ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവർ അല്ല ഉന്നതരെന്നും വിശദമായ അന്വേഷണം നടന്നാൽ മുൻ ദേവസ്വം മന്ത്രിക്കും അതിനു മുകളിലേക്കും അന്വേഷണം നീളുമെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത്. നീതിപൂർണമായ അന്വേഷണം നടന്നാൽ കൂടുതൽ പേർ കുടുങ്ങുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് സമയമായപ്പോഴേക്കും ഉന്നതരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനായി SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തി. സ്വർണം വാങ്ങിയവരും സൂക്ഷിച്ചവരും വിറ്റവരും തമ്മിൽ ലിങ്കുണ്ടെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2024 ശബരിമലയിൽ നടന്നത് കവർച്ചാശ്രമമാണ്. കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അത് തടയാൻ കഴിഞ്ഞതെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന തങ്ങളുടെ ആരോപണം ശരിവെക്കുന്നതാണ് സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ കോടതിയുടെ ഉത്തരവെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്നും സംഘത്തിലുള്ളത് നല്ല ഉദ്യോഗസ്ഥരാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിനു മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുകയാണ്. കേസിൽ ED സമാന്തര അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല. രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷണം നടത്തരുത്. ഇതുവരെ ED നടത്തിയ അന്വേഷണങ്ങളിലൊന്നും വിശ്വാസമില്ല. ED അന്വേഷിക്കേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായക അറസ്റ്റ്. 2 പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനുമാണ് അറസ്റ്റിലായത്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് ഭണ്ഡാരിയുടെ കമ്പനിയാണ്. ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമാണ്. സ്വർണ്ണക്കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം.